കേരളത്തിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ കാളികുളങ്ങര ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് കലം വയ്ക്കുന്നതും തെണ്ടു ചുടുന്നതും. ഞങ്ങളിവിടെ ഏകദേശം 6:30 മണിയോടെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും നല്ലൊരു സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് പായസം വയ്ക്കാനുള്ള സ്ഥലം കിട്ടി. കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ വഴിപാടുകൾ ചെയ്യുന്നതിനായി ഭക്തജനങ്ങൾ എത്താറുണ്ട് കേട്ടോ. ദൂരെ നിന്നും വരുന്നവർ ഇവിടെ താമസിച്ചുകൊണ്ടാണ് വഴിപാടുകളെല്ലാം ചെയ്യുന്നത്. പായസം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിരഗുരു എന്ന് പറയുന്ന വഴിപാട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുരുക്കളോ മുഴകളോ വന്നിട്ട് മാറാതെ വരികയാണെങ്കിൽ നമ്മൾ ദേവിക്ക് നേരുന്ന വഴിപാടാണ് വിരയും ഗുരു. വിരയും കുരുവും പുഴുങ്ങുന്നതിനായി നമ്മൾ തേങ്ങയും അതിലേക്ക് ചുക്കും പൊടിയും പിന്നെ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൂട്ടി വിരയുടെയും കുരുവിൻ്റെയും ആകൃതിയിലാക്കി പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ തെണ്ടു ചുടുന്നതിനായും ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. വഴിപാടുകൾ ഉണ്ടാക്കിയ ശേഷം ഇതിൻ്റെ ഒരു വിഹിതം നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ വഴിപാട് പൂർത്തിയാകുന്നത്. ഏകദേശം 10 മണിയായതോടുകൂടിയൊക്കെ തന്നെ തിരക്ക് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നെല്ലാം വരുന്ന ഘോഷയാത്ര കാണുന്നതിനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. രാവെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇവിടെ ഭക്തജനങ്ങൾ വഴിപാടുകൾ ചെയ്യുന്നതിനായി വരുന്നത്. ഉത്സവം നടക്കുന്ന എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പായസത്തിൻ്റെയും മറ്റും ഒരു വിഹിതം ദേവിക്ക് സമർപ്പിച്ച ശേഷം നമ്മുടെ വഴിപാടുകളൊക്കെ പൂർത്തിയായി കേട്ടോ. എല്ലാ കൊല്ലത്തെ പോലെയും ഇക്കൊല്ലവും ഉത്സവം കൂടാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. അടുത്ത പ്രാവശ്യവും ഇതുപോലെ തന്നെ വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിറങ്ങി.